സ്വിറ്റ്സർലാൻഡിൽ നടന്ന ചർച്ചകൾ വളരെ നല്ലതായിരുന്നുവെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷകരെ രാജ്യത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ ഇറാൻ സമ്മതിച്ചതായി വാൻസ് പറഞ്ഞു. തെക്കൻ ലബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ചില പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ അടിത്തറയൊരുക്കി, പക്ഷേ വീട് പണിത് കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ ജനതയ്ക്ക് നല്ലൊരു നിലയിലേക്ക് എത്താൻ സഹായിക്കുന്ന വിജയകരമായ അടിത്തറ ഞങ്ങൾ സ്ഥാപിച്ചുവെന്നും വാൻസ് പറഞ്ഞു. അതേസമയം സമാധാന കരാറിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ തനിക്ക് ചെയ്യാനുള്ളത് താൻ ചെയ്യുമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന വാദങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുൻനിർത്തി സ്വതന്ത്രമായാണ് ഇരു നേതാക്കളും തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ജെറുസലേമിൽ നടന്ന JNS ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രംപുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ഇസ്രായേലിലും അമേരിക്കയിലും തെറ്റായ ധാരണകളാണ് നിലനിൽക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപ് ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നുവെന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് ഇസ്രായേലിലെ പ്രചാരണം. ഇത് രണ്ടും ശരിയല്ല. ഞങ്ങൾ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളുടെ നേതാക്കളാണ്. ഇസ്രായേലിന്റെ സുരക്ഷയും താൽപര്യങ്ങളുമാണ് എനിക്ക് പ്രധാനമെന്നും നെതന്യാഹു വ്യക്തമാക്കി. പല പ്രധാന വിഷയങ്ങളിലും താനും ട്രംപും യോജിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ട്. പരസ്പര ബഹുമാനത്തിലാണ് ഇരുവർക്കുമിടയിലെ ബന്ധം നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.